ട്രേഡേഴ്സ് ഞാൻ മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട് 59,500 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത് ഒരു 105 ക്വാണ്ടിറ്റി. ജസ്റ്റ് മാർക്കറ്റ് ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിന് ശേഷമാണ് നമ്മൾ കയറി ഇവിടെ ഒരു സെൽ എൻട്രി പ്ലാൻ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഒരു സെൽ എൻട്രി പ്ലാൻ ചെയ്തതല്ല, ആക്ച്വലി നമ്മളുടെ ഒരു സെറ്റപ്പ് ഫോം ആയതിനു ശേഷം മാത്രമാണ് നമ്മളുടെ സെല്ല് ഓർഡർ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു പ്രോഫിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. എക്സാക്ട്ലി ഇപ്പോൾ ഒരു ആരോ കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ, ഒരു ആരോ കാണിച്ചിരിക്കുന്ന എക്സാക്ട്ലി ആ ഒരു ക്യാൻഡിലാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. 105 ക്വാണ്ടിറ്റി 59,500 പുട്ട് ഓപ്ഷനാണ് ബൈ ചെയ്തത്. 105 ക്വാണ്ടിറ്റി ഇപ്പോൾ ഒരു ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയത് 403.75 ആണ്. ഇപ്പോൾ ഒരു 402 401 റേഞ്ചിൽ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും കൂടെ ഒന്ന് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ ഒരു ജസ്റ്റ് നോക്കിയാൽ, കാരണം ഇതൊരു റിസ്കി ട്രേഡാണ്. കാരണം മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് മൊമെൻറ്റം ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ പോയിട്ട് ഒരു സെൽ സൈഡിൽ നല്ല ക്യാൻഡിൽ ഫോമായി സെല് ചെയ്ത് വെച്ചിരുന്നവരെ എല്ലാം ട്രാപ്പ് ചെയ്ത് മേളിലേക്ക് വന്ന സമയത്താണ് നമ്മൾ പോയി അവിടെ ഒരു സെൽ എൻട്രി എടുത്തിരിക്കുന്നത്. സോ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. അത്യാവശ്യം മാർക്കറ്റ് നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. നല്ലൊരു മൊമെൻറ്റം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇമ്മീഡിയറ്റ്ലി ട്രിഗർ ആവാനാണ് സാധ്യത. സോ എത്രയും പെട്ടെന്ന് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്യുക. ആ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മളുടെ ഏകദേശം ഒരു 60 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് സ്റ്റോപ്പ് ലോസ് നമുക്ക് വയ്ക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു സ്പോട്ട് വൈസ് നോക്കുമ്പോഴത്തേക്ക് ഒരു 60 പോയിൻറ്റ്സ് അടുപ്പിച്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. അപ്പോൾ പ്രീമിയം വൈസ് നോക്കുകയാണെങ്കിൽ ഒരു 30 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചെങ്കിലും ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കണം. നമ്മളുടെ ടാർഗറ്റ് എപ്പോഴും നമ്മൾ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ആയിരിക്കും. സ്പോട്ട് വൈസ് ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മളുടെ ടാർഗറ്റിനെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇപ്പം വീണ്ടും മാർക്കറ്റ് കോസ്റ്റിൽ തന്നെ കിടന്ന് കറങ്ങുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ഫോള് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഏതായാലും ഇപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കേണ്ട. നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടേക്കാം. 59,500 കോൾ ഓപ്ഷൻ പൊട്ട് ഓപ്ഷനാണ് ബൈ ചെയ്ത് 374 375 ആണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഒരു ഏകദേശം ഒരു 30 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ചാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒരു ചെറിയൊരു ലോസ് റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം. ജസ്റ്റ് ഇതാണ് നമ്മളുടെ ഓർഡർ ബുക്ക്. മാർക്കറ്റിലെ ഓർഡർ ബുക്കും കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. സ്പോട്ടിൻ്റെ ചാർട്ടാണ് ഇത്. ഇനിയിപ്പോൾ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു റീജിയനിലാണ്. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിലാണ്. ഈ ഒരു പോയിന്റ് ആ ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്തിറങ്ങും. ഇനി ഒന്ന് രണ്ട് കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്, ജസ്റ്റ് ഇതിനൊന്ന് ഡിലീറ്റ് ചെയ്താൽ റൈറ്റ്. ഞാൻ ഇവിടെ നല്ലൊരു ഫോൾ കിട്ടും എന്നാണ് വിചാരിച്ചത്, പക്ഷേ അവിടെ നിന്ന് മാർക്കറ്റ് തിരിയുന്നില്ല. ഓക്കെ, നമ്മളുടെ സ്ട്രാറ്റജി എന്താണെന്ന് കുറേ പേര് വീഡിയോസിൽ എക്സ്പ്ലെയിൻ ചെയ്തു ചോദിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു ഡബിൾ ടോപ്പ് ഫോം ആയതിനു ശേഷം മാർക്കറ്റ് തിരിച്ച് താഴത്തോട്ട് വന്നപ്പോൾ നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുക്കുമായിരുന്നു. എക്സാക്ട്ലി മാർക്കറ്റ് മേളിലേക്ക് പോയതിന് ശേഷം മാർക്കറ്റ് അവരൊരു ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. കണ്ടോ, ഞാൻ ഡബിൾ ബോട്ടം എന്ന് പറഞ്ഞെന്ന് തോന്നുന്നു. ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഡബിൾ ടോപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് അതിൻ്റെ ബ്രേക്കൗട്ട് കിട്ടി. അതിൻ്റെ ബ്രേക്കൗട്ടിൻ്റെ റീടെസ്റ്റിൽ നമ്മൾ എക്സാക്ട്ലി ട്രേഡിൽ എൻട്രി എടുത്തു. ഇത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലേസ് ചെയ്തു. ഇത് നമ്മളുടെ ടാർഗറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു. ചിലപ്പോൾ നമ്മൾ ലോസ് അടിക്കുന്ന ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ സ്ട്രാറ്റജി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഇത് നിങ്ങൾ എല്ലാ വീഡിയോ എടുത്തു മിക്ക വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിന് ശേഷം നമ്മൾ ട്രേഡ് എടുക്കാനുള്ള കാര്യം തന്നെ ആ ഒരു പാറ്റേൺ അവിടെ ഫോം ആയതുകൊണ്ടാണ്. ആ പാറ്റേണിൻ്റെ ഫോർമേഷനിൽ അവിടെ നിന്നൊരു ബ്രേക്ക് ഡൗൺ കിട്ടിയതിന് ശേഷം നമ്മൾ റീടെസ്റ്റിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ഫോളോ ചെയ്യും എന്നാണ് നമ്മളുടെ ഒരു അസംഷൻ. നമ്മൾ തെറ്റാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹൈയിൽ വെച്ച് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് അവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും. വേറെ ഏതെങ്കിലും ഒരു ട്രേഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കും. ഇനി വേറൊരാളുടെ കമൻറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് പ്രോഫിറ്റ് ഒന്നും വേണ്ട, വെറുതെ പ്രോഫിറ്റ് കാണിച്ചാലും ബുക്ക് ചെയ്യത്തില്ല, വെറുതെ ട്രേഡ് എടുക്കുവാന്ന്. അത് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആൾ പറയുന്ന ഒരു സംസാരം പോലെ തോന്നി. എന്നാലും അയാൾക്കും കൂടെ വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മൾ ചുമ്മാ ഒരു അസം ചെയ്യുക. നമ്മൾ ഇവിടുന്ന് ഒരു സെൽ എൻട്രി എടുത്തു എന്ന് ചുമ്മാ ഒന്ന് വിചാരിക്കുക. ഈ ഒരു
ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ പോയി ഇവിടെ ചുമ്മാ പറയുന്നതാണ്, എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി പ്രകാരം നമ്മൾ ഇവിടെ നിന്ന് ഒരു ട്രേഡ് എടുത്തു എന്ന് വിചാരിക്കുക. ആ ക്യാൻഡിലിൻ്റെ ഹൈ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. നമ്മളൊരു ഡിസൈഡ് ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പോയിൻറ്റ്സോ ഒരു 120 പോയിൻറ്റ്സോ എത്രയും ആയിക്കോട്ടെ, ഈ ഒരു പർട്ടിക്കുലർ ലെവൽ നമ്മളുടെ ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ട്രേഡ് എടുത്തു. ആ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയെ നമ്മളുടെ ഇങ്ങനെയാണ് അസ്യൂം ചെയ്യുക, ഹൈയിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് വെച്ചു, അതിൻ്റെ ലോയിൽ നമ്മൾ ഏകദേശം ഈ റേഞ്ചിൽ നമ്മളുടെ ടാർഗറ്റിനെ വെച്ചു. നിങ്ങളിനിയിപ്പോൾ ഒന്ന് നോക്കണം, നമ്മൾ താഴത്തോട്ട് വന്നു, മാർക്കറ്റ് ഒരു 20-25 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങി, നല്ല പ്രോഫിറ്റ് കാണിച്ചു, മാർക്കറ്റ് തിരിഞ്ഞ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടി എന്നും പറഞ്ഞ് നമ്മൾ ഇവിടെ വെച്ച് നമ്മളുടെ ട്രേഡ് ബുക്ക് ചെയ്ത് പോവുകയാണോ? അല്ല, നോ, ഡെഫിനറ്റ്ലി നോട്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒന്നില്ലെങ്കിൽ ടാർഗറ്റിൽ ഇറങ്ങുക, അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങുക. വെദർ യു എക്സിറ്റ് ഇൻ എ ടാർഗറ്റ് ഓർ സ്റ്റോപ്പ് ലോസ് ആണ്. ഇപ്പോൾ ഇവിടുന്ന് വന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചു എന്നും പറഞ്ഞ അഹങ്കാരമല്ലല്ലോ, നമ്മളുടെ ടാർഗറ്റ് എത്താതെ നമ്മൾ വെച്ചിരുന്ന സ്റ്റോപ്പ് ലോസിലേക്ക് പോയി ഇടിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് സ്റ്റോപ്പ് ലോസ് ആണ് ആദ്യം ഹിറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്നാണ്, അല്ലാതെ നമ്മൾ ടാർഗറ്റ് കാണിച്ചിട്ട് ഇറങ്ങാതിരിക്കുന്നതല്ല. അതൊരു പ്രോപ്പർ സെറ്റപ്പാണ്, അല്ലെങ്കിൽ അതൊരു പ്രോപ്പർ വേ ഓഫ് ട്രേഡിംഗ് ആണ്. അപ്പോൾ അതറിയാൻ പാടില്ലാതെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് എന്താ ഇപ്പോൾ പറയുക, അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ബ്രദർ കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു റിപ്ലൈ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ആ കമൻറ്റിൽ റിപ്ലൈ കൊടുത്തിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കമൻറ്റിനെക്കാട്ടിലും കുറച്ചും കൂടി ഈസി ആയിട്ട് ഇതായിരിക്കും, കാരണം പുള്ളിക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ നമ്മൾ റാൻഡം പ്ലേസിൽ എൻട്രി എടുക്കുകയോ റാൻഡം പ്ലേസിൽ എക്സിറ്റ് ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. പിന്നെ ഞാൻ ചില വീഡിയോസിൽ ചിലപ്പം എൻ്റെ ഒരു സ്ട്രാറ്റജി പറയാൻ മറന്നായിരിക്കും, പക്ഷേ ഓവറോൾ എല്ലാ വീഡിയോയിലും പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഏതായാലും ഇനി ഞാൻ മാക്സിമം പറയാൻ ശ്രമിച്ചോളാം. ഇതാണ് ഇപ്പോഴത്തെ നമ്മളുടെ ടാർഗറ്റ്, ഇതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ്, ഇതാണ് നമ്മളുടെ ഒരു എന്താ പറയുക സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ ട്രേഡ് എടുത്തിരിക്കുന്ന ഡബിൾ ടോപ്പ് ഫോർമേഷൻ്റെ ബ്രേക്ക് ഔട്ടിലാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കൊരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്. മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ അയ്യോ ഇപ്പം 3:25 ഇതാ നമ്മുടെ ഓർഡർ ബുക്ക് 12:49 എടുത്താൽ 3:25 ഇപ്പോൾ സമയം. മാർക്കറ്റിൽ നമ്മൾ സൈഡ് വേസ് മാർക്കറ്റിൽ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതാ ഇത്ര ഇവിടെ കണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട് ഫുള്ളി സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റാവുന്നില്ല, ടാർഗറ്റ് ഹിറ്റാവുന്നില്ല. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും സമയമായി മാർക്കറ്റിൻ്റെ ക്ലോസിംഗ് ടൈമായി, ഞാൻ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു നോക്കിക്കൊണ്ട്. ഞാൻ നമ്മളുടെ ട്രേഡിൽ ഇവിടെ മാനുവലി എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മളുടെ കോസ്റ്റിൽ തന്നെ ഏകദേശം കോസ്റ്റ് എന്ന് തന്നെ പറയാം, കോസ്റ്റിൽ തന്നെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിൽ ട്രേഡ് എടുക്കാനുള്ള റീസൺ ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മൾ കോസ്റ്റിൽ തന്നെ ഇറങ്ങേണ്ടി വന്നു. ഇവിടെയായിരുന്നു നമ്മളുടെ ട്രേഡ് എടുത്തിരുന്ന. ആ ട്രേഡ് എടുത്തതിന് ഇവിടെയല്ല, ഇതിന് തൊട്ട് മുന്നിലത്തെ ബ്രേക്ക് നമ്മളുടെ ബ്രേക്ക് ഡൗണിലാണ് നമ്മളുടെ ട്രേഡ് എടുത്തിരുന്നത്. അവിടുന്ന് മാർക്കറ്റ് ഇവിടെ സ്പോട്ടിൻ്റെ വൈസിലിട്ട സ്റ്റോപ്പ് ലോസ് ഹിറ്റായതായിട്ട് കാണുന്നു. പക്ഷേ അല്ല, സ്റ്റോപ്പ് ലോസ് നമ്മുടെ ഹിറ്റായിട്ടില്ല. പ്രീമിയം വൈസ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. മാർക്കറ്റ് അവിടെ നിന്ന് താഴത്തോട്ട് വരേണ്ടതിന് പകരം ജസ്റ്റ് ഫുള്ളി സൈഡ് വൈസ് മാർക്കറ്റായിരുന്നു. നമ്മളും പെട്ടു. ഇന്ന് കോസ്റ്റ് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു, ബൈ.